നാടേതും എൻ്റെ നാടാണ്, കാടേതും എൻ്റെ കളിവീടാണ്. കാട്ടിലും നാട്ടിലും എൻ്റെ പേര് ചൊല്ലി വിളിച്ചവർക്കെല്ലാം കരുമന തീർത്ത് ഞാൻ കരുണ ചെയ്യും. കന്നാലികളെയും ചെറുകിടാങ്ങളെയും ഞാൻ കൊണ്ടു നടന്നു രക്ഷിക്കും. കഥയെൻ്റേത് കേൾപ്പവർക്കെല്ലാം ഗുണം വരുത്തി ഞാൻ കാത്തുകൊള്ളും. തോറ്റുപോയ മനുഷ്യൻ ദൈവമായ കഥ. മനുഷ്യ ശരീരത്തിൽ ഉറഞ്ഞുണരുന്ന കതിവന്നൂർ വീരൻ. ഇതൊരു യാത്രയുടെ കഥ. കണ്ണൂരെ മാങ്ങാട്ടു നിന്ന് യാത്ര തിരിച്ച് കുടകിലെത്തിയ മന്നപ്പൻ്റെ കഥ. പടയിൽ മരിച്ച ദൈവക്കരുവായി മലനാട്ടിലേക്ക് മടങ്ങി വന്ന കഥ. പേര് ചൊല്ലി വിളിച്ചവരുടെ കഥനം തീർക്കുന്ന ആ ദൈവത്തെ തേടി അധികമെങ്ങും പോകേണ്ടതില്ല. ഉത്തര മലബാറിലെ കളിയാട്ടക്കാവുകളിൽ ചെന്നാൽ കാണാം ദൈവമായി മാറിയ മനുഷ്യൻ, മനുഷ്യ ശരീരത്തിൽ ഉറഞ്ഞുണരുന്നത്. കതിവന്നൂർ വീരൻ എന്ന മന്നപ്പൻ തെയ്യത്തിൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരമാണത്. ജീവിതം പരീക്ഷണ ഘട്ടത്തിലെത്തുമ്പോൾ മലനാട്ടുകാർ ഈ ദൈവത്തെയാണ് കൂട്ടുവിളിക്കുന്നത്. വിഷമകാലം കടന്നു പോകാൻ അവർക്ക് ദൈവം തുണയാകുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത ശേഷം അവർ കളിയാട്ടം നടത്തുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി കതിവന്നൂർ വീരനെ ആരാധിച്ചു വരുന്ന പള്ളിയറകളും കാവുകളുമുണ്ട് കണ്ണൂർ ജില്ലയിൽ. അവിടെയൊക്കെ തന്നെയും എല്ലാ വർഷവും മന്നപ്പൻ തെയ്യത്തിൻ്റെ കളിയാട്ടം നടത്താറുണ്ട്. ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മാങ്ങാട് എന്ന സ്ഥലത്താണ് മന്നപ്പൻ്റെ ജന്മം. പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും മേത്തളി ഇല്ലത്ത് കുമരച്ചൻ്റെയും മകൻ. മക്കളില്ലാതിരുന്ന ദമ്പതികൾ ചുഴലി ഭഗവതിയോട് പ്രാർത്ഥിച്ചു കിട്ടിയ സന്താനം. മകൻ നാളിൽ പിറന്നവന് മന്നപ്പൻ എന്നു പേർ ചൊല്ലി വിളിച്ചു. ആഢ്യനായ അച്ഛൻ്റെ ഇഷ്ടപ്പടി ജീവിക്കാൻ മന്നപ്പൻ തയ്യാറായില്ല. ചെറുപ്രായം മുതൽ ചങ്ങാതിമാർക്കൊപ്പം ചിറ്റമ്പും ചെറുവില്ലുമെടുത്ത് വേട്ടയാടിയും കാലിപ്പിള്ളേർക്കൊപ്പം കളിച്ചു നടന്ന മകനെ കുമരച്ചൻ പലകുറി ശാസിച്ചു. പണിയൊന്നുമെടുക്കാതെ നാടുകണ്ടി നടന്ന മകനു കഞ്ഞിയും വെള്ളവും കൊടുക്കരുതെന്ന് അച്ഛൻ അമ്മയോട് ചട്ടം കെട്ടി. പക്ഷേ എല്ലാ അമ്മമാരെയും പോലെ ആ അമ്മയും അച്ഛനറിയാതെ മകനു ഭക്ഷണം വിളമ്പി. ഇതു കണ്ട കലിമൂത്തം അച്ഛൻ മന്നപ്പൻ്റെ അമ്പും വില്ലും ചവിട്ടിയോടിച്ചു. അതോടെ മന്നപ്പൻ നാടും വീടും ഉപേക്ഷിച്ച് ഏഴിനും മീതേക്കു യാത്രയായി. ഇന്നത്തെ കർണാടകയിലെ കുടകിലേക്കായിരുന്നു മന്നപ്പൻ്റെ യാത്ര. അവിടെ കതിവന്നൂർ, ഇന്നത്തെ വീരാജ്പേട്ടയ്ക്ക് സമീപമുള്ള കതനൂർ എന്ന സ്ഥലം. നാട്ടിൽ അമ്മാവനും കുടുംബവുമുണ്ട്. കുടകിൽ കച്ചവടത്തിന് പോകുന്ന ചങ്ങാതിമാർക്കൊപ്പം യാത്ര ചെയ്യാനായിരുന്നു മന്നപ്പൻ്റെ പദ്ധതി. എന്നാൽ കുമരച്ചൻ്റെ കോപം ഭയന്ന ചങ്ങാതിമാർ മന്നപ്പനെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചില്ല. മാങ്ങാട്ടെ നെടിയ കാഞ്ഞിരക്കീഴിൽ മദ്യം കൊടുത്ത് മന്നപ്പനെ മയക്കിക്കിടത്തിയവർ സ്ഥലം വിട്ടു. ഉണർന്നപ്പോൾ ചങ്ങാതിമാരുടെ ചതി തിരിച്ചറിഞ്ഞ മന്നപ്പൻ തനിയെ യാത്രയായി. എങ്കിലും ചങ്ങാതിമാരോട് അവൻ പിണക്കം സൂക്ഷിച്ചില്ല. ചങ്ങാതിമാർ എന്നും മന്നപ്പൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിരുന്നു. കുടകിലെത്തിയ മന്നപ്പൻ മണ്ണിൽ പൊന്നു വിളയിച്ചും കാലിമേച്ചും എള്ളാട്ടി എണ്ണയുണ്ടാക്കി വിറ്റും അമ്മാവന് തുണയായി. അമ്മാവൻ്റെ ഭാര്യ കതിവന്നൂരമ്മയ്ക്ക് പെറ്റ മകൻക്കാൾ പ്രിയങ്കരനായി മന്നപ്പൻ. അമ്മാവൻ സ്വത്ത് ഭാഗം ചെയ്തപ്പോൾ പോലും ഇരുവർക്കും ഒരേപോലെയായിരുന്നു. ഇതിനിടെ എണ്ണ വിറ്റ് വരും നാളിലൊരിക്കൽ വേളാർക്കാട്ട് കൂവലിനരികെ കണ്ടുമുട്ടിയ ചെമ്മരത്തിയെ മന്നപ്പൻ കണ്ടു മോഹിച്ചു. തൻ്റെ ഇടിയും അന്യജാതിക്കാരിയുമായ ചെമ്മരത്തിയെ അമ്മാവനും അമ്മായിക്കും അത്ര ബോധിച്ചില്ല. എങ്കിലും 10 പണവും പച്ചോടവും നൽകി മന്നപ്പൻ ചെമ്മരത്തിയെ സ്വന്തമാക്കി. ആദ്യത്തെ കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞപ്പോൾ കലഹം പതിവായി. തറുതല പറയുന്നതിൽ മിടുക്കിയായിരുന്നു ചെമ്മരത്തി. എണ്ണക്കച്ചവടത്തിന് പോയി വൈകിയ മന്നപ്പൻ രാത്രി കുടകനൊരുത്തൻ്റെ എരുതാലയിൽ പട്ടിണി കിടന്നു. നേരം പുലരാൻ 7:30 നാഴികയുള്ളപ്പോൾ വേളാർക്കോട്ട് വീട്ടിലെത്തി ചെമ്മരത്തിയെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല. വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തിയ മന്നപ്പനോട് ഇന്നലെ കൂടെ കഴിഞ്ഞവളുടെ കൂടെ ഒപ്പം പോയിക്കോളൂ എന്ന് ചെമ്മരത്തി കൊള്ളിവാക്കു വെച്ചു പറഞ്ഞു. വിശന്നാൽ മന്നപ്പന് സഹിക്കില്ല. പാല് ചോദിച്ചാൽ പാലും ചോറ് ചോദിച്ചാൽ ചോറും കൊടുക്കണം എന്ന കതിവന്നൂരമ്മയുടെ വാക്കുകൾ മറന്ന ചെമ്മരത്തി പാലിനു പകരം രുധിരം വെട്ടിക്കുടിച്ചു കൊള്ളുകയെന്നും ചോറിനു പകരം തലച്ചോറുണ്ടോളൂ എന്നും മന്നപ്പനോട് പറഞ്ഞു. കോപം മൂത്ത ചെമ്മരത്തി ചാണകമെടുത്ത കൈ കഴുകാതെ അരിയെടുത്ത് ചോറുണ്ടാക്കി വെച്ചു. അരി വെച്ചാൽ ഒരു കറി വേണ്ടേ ചെമ്മരത്തി എന്ന ചോദ്യത്തിന് നിന്നെ തറിച്ചോ മുറിച്ചോ കറി വെക്കേണ്ടത് എന്ന മറുചോദ്യം അറിഞ്ഞു. ഒരു പിടി ചോറെടുത്തപ്പോൾ മന്നപ്പൻ അതിൽ കല്ലും നെല്ലും തലനാരും കണ്ടു. രണ്ടാമത്തെ ചോറുരുള വായിലേക്ക് വെക്കും മുമ്പ് ഒത്ത നടുവത്തെ മുറിഞ്ഞു. മൂന്നാമത്തെ ഉരുള എടുക്കുമ്പോൾ പടവിളി കേട്ടു. കാലികളെയും വിളകളെയും കൊള്ളയടിക്കുന്ന മുത്താർകൂടി കുടകൻ പടകൂടി എത്തിയതായിരുന്നു. പടവിളി കേട്ടാൽ പിന്നെ ഊണ് കഴിക്കുന്നത് ആണുങ്ങൾക്ക് യോഗ്യതയല്ല. ഊണു മതിയാക്കി ആയുധമെടുത്തിറങ്ങിയ മന്നപ്പനെ എതിരേറ്റത് ദുശകനങ്ങളായിരുന്നു. കുടകരുടെ പടയിൽ കൊത്തിപ്പോട്ടെ എന്ന ചെമ്മരത്തിയുടെ ശാപവാക്കും പിന്നാലെ എത്തി. നട്ടുച്ചയിൽ ഉദിച്ച നക്ഷത്രം പരാക്രമശാലിയായ മന്നപ്പൻ അണ്ണുക്കണ്ണനെയും കൂട്ടി പട നയിച്ചു. പടയിൽ ജയിച്ചു വരുമ്പോൾ മന്നപ്പൻ കയ്യിൽ നോവറിഞ്ഞു.
തൻ്റെ ചെറുവിരലും പീഠമോതിരവും നഷ്ടമായിരിക്കുന്നു. അംഗവിഹീനനായി താനിനി ഇരിക്കില്ല എന്ന് പറഞ്ഞ മന്നപ്പൻ പടക്കളത്തിലേക്ക് മടങ്ങി. ആയുധങ്ങൾ അണ്ണുക്കനെയും കൂട്ടരെയും ഏൽപ്പിച്ച് ഏകാഗിയായി കാട്ടുവഴിയെ നീങ്ങിയ മന്നപ്പന് നേർക്ക് തോറ്റുമടങ്ങിയ കള്ളപ്പട ആർത്തലച്ചെത്തി. മന്നപ്പനെ അവർ 108 തുണ്ടമാക്കി. ഭർത്താവിൻ്റെ വരവും കാത്തിരിക്കുന്ന ചെമ്മരത്തി ഈ സമയം ഒരു കാഴ്ച കണ്ടു. മുറ്റത്തെ കദളിവാഴക്കയിൽ മന്നപ്പൻ്റെ ചെറുവിരലും പീഠമോതിരവും വന്നു വീണിരിക്കുന്നു. കാര്യം തിരിച്ചറിഞ്ഞ ചെമ്മരത്തി ഭ്രാന്തിയെപ്പോലെ പാഞ്ഞു പടക്കളത്തിലെത്തി. ഇതിനിടെ അണ്ണുക്കനും കൂട്ടരും മന്നപ്പൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചേർത്ത് വെച്ചു. മന്നപ്പനായി ചിതയൊരുക്കപ്പെട്ടു. അമ്മാവനും അമ്മായിയും കൂട്ടരും വാവിട്ട് കരഞ്ഞു. ചിതയ്ക്ക് തീ കൊളുത്തിയ അണ്ണുക്കൻ അകം നൊന്ത് നീറി നിൽക്കവേ ചെമ്മരത്തി ചിതയോട് ചേർന്ന് നിന്നു. ചിതയിൽ തീ പടരവേ അവൾ ആകാശത്തേക്ക് കണ്ണുയർത്തി വിളിച്ചു പറഞ്ഞു, നോക്ക്, നട്ടുച്ചയ്ക്കൊരു നക്ഷത്രം. ചുറ്റും നിന്നവർ ആകാശത്തേക്ക് നോക്കവേ ചെമ്മരത്തി ചിതയിൽ ചാടി ജീവനൊരുക്കി. കുറ്റബോധവും തീവ്ര സ്നേഹവുമാണ് ചെമ്മരത്തിയെ അതിന് പ്രേരിപ്പിച്ചത്. പുല തീർന്ന് കുളിക്കാൻ വാന്താർമുടി പുഴയിൽ ഇറങ്ങിയ അണ്ണുകൻ മീത്തലക്കടവിൽ കുളിക്കുന്ന മന്നപ്പനെയും ചെമ്മരത്തിയെയും കണ്ടു. മരിച്ച മന്നപ്പൻ അണ്ണുകനിലൂടെ വെളിപ്പെട്ടു. വെളിപാട് കേട്ട് നേരം അവൻ വസുവനക്ക നാലാടി എന്ന കോലക്കാരനെ വിളിച്ച് തെയ്യം കെട്ടാൻ അടയാളം കൊടുത്തു. അങ്ങനെയാണ് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പിറവി. പിന്നീട് കണ്ണൂർ ജില്ലയിലെ ആമേരിയിൽ നിന്നും കുടകിലെത്തിയ 4 തീയപ്രമാണിമാർക്കൊപ്പം മന്നപ്പൻ തെയ്യം മലനാട്ടിലുമെത്തി ആമേരി വീരനായി. ഇതിനിടെ മന്നപ്പനൊപ്പം ചെമ്മരത്തിയും തെയ്യം കെട്ടിൽ സ്ഥാനം പിടിച്ചു. തെയ്യക്കോലമായില്ലെങ്കിലും ചെമ്മരത്തിത്തറയിലെ നിലവിളക്കായി അവൾ കളിയാട്ടത്തറയിൽ നിറഞ്ഞു നിന്നു. തൻ്റെ ജീവിതം പറയുന്നിടത്തെല്ലാം മന്നപ്പൻ തെയ്യം എൻ്റെ ചെമ്മരത്തി എന്ന് ആർദ്രനായി വിളിക്കുന്നുണ്ട്. നാടുവാഴിയുടെ മാറാവ്യാധി ചികിത്സിച്ചു മാറ്റിയതിൻ്റെ പേരിൽ കഴിവിലേറേണ്ടി വന്ന കൂടാളിത്തറയിൽ കുഞ്ഞിരാമനെയും മന്നപ്പൻ തെയ്യം കൂടെ കൂട്ടി കുരുക്കൾ അഥവാ ഗുരുക്കൾ തെയ്യമാക്കി. കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ കളിയാട്ടം നടക്കുന്നിടത്തെല്ലാം കുരുക്കൾ തെയ്യവുമുണ്ട്. തെയ്യം നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ അടയാളം കൊടുക്കലാണ് ആദ്യപടി. ഓരോ ദേശത്തും തെയ്യം കെട്ടുന്നതിന് കുടുംബപരമായി അവകാശമുള്ള കോലക്കാരുണ്ട്. അടയാളം ലഭിച്ചു കഴിഞ്ഞാൽ തെയ്യം കെട്ടുന്നയാൾ വ്രതത്തിലായിരിക്കും. കാരണവന്മാർക്ക് വീതുവെച്ച് അനുഷ്ഠാനങ്ങളോടുകൂടി തെയ്യക്കാരൻ കളിയാട്ടത്തിനായി പുറപ്പെടുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് തുടങ്ങി പിറ്റേന്നാൾ സന്ധ്യ വരെ നീണ്ടു നിൽക്കുന്നതാണ് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ ചടങ്ങുകൾ. ഈ കാണുന്നത് കതിവന്നൂർ വീരൻ്റെ പയറ്റാണ്, തോറ്റമാണ്. തോറ്റം പാട്ടിലൂടെയാണ് തെയ്യത്തെ ദൈവക്കരുവായി ഉണർത്തുന്നത്. തെയ്യം നടക്കുന്നതിന് 2 നാൾ മുമ്പേ സന്ധ്യയ്ക്ക് കാവിലോ കളിയാട്ടത്തറയിലോ ചെന്നാൽ തിടങ്ങൽ തോറ്റം കേൾക്കാം. ഇത് കതിവന്നൂർ വീരൻ കെട്ടുന്ന കോലക്കാരൻ തന്നെ ചെയ്യണമെന്നില്ല. തെയ്യം കെട്ടാൻ അറിയുന്ന ആർക്ക് വേണമെങ്കിലും ഈ തോറ്റം ചെയ്യാം. പിറ്റേന്ന് സന്ധ്യയോടെ വലിയ തോറ്റം തുടങ്ങിയായി. ഇതാണ് കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം. കോലക്കാരൻ്റെ ശരീരത്തിലേക്ക് മന്നപ്പൻ ദൈവത്തെ തോറ്റം പാട്ടിലൂടെ ഉണർത്തുകയാണ്. ചുറ്റുമുള്ളവർ തോറ്റം പാട്ടിലൂടെ കതിവന്നൂർ വീരൻ്റെ വീരകഥ പറയുന്നു. അരയിൽ തൂക്കിയ മദ്ദളത്തിൻ്റെ താളം മുട്ടി കോലക്കാരൻ കൂടെയുണ്ട്. തോറ്റമുറഞ്ഞ് ശരീരത്തിലേക്ക് മന്നപ്പൻ ദൈവം ആവാഹിക്കുന്നതോടെ ചലനങ്ങൾ തീവ്രമാവുന്നു. പിന്നെ കോലക്കാരനില്ല, കതിവന്നൂർ വീരൻ മാത്രം. തോറ്റമുറഞ്ഞു കഴിഞ്ഞാൽ വീരനാണപ്പോൾ. വാളും പരിചയും ഉറുമിയും പ്രയോഗിക്കുന്നു. കളരി അഭ്യാസമുറകൾ പയറ്റുന്നു. വീരൻ അണിയറയിലേക്ക് പിന്മാറിയ ശേഷം പുലർച്ചെ 2 മണിയോടെ കുരുക്കൽ തെയ്യത്തിൻ്റെ വരവായി. പിന്നെയാണ് കൊടിയിലെ തോറ്റം. ഇതോടെ മനുഷ്യനായ കോലക്കാരൻ ദൈവമായി മാറുകയാണ്. പിന്നെ കോമരം കാവിനുള്ളിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന അരിയും വെറ്റിലയും അടക്കയും മന്ത്രോച്ചാരണങ്ങളോടെ കോലക്കാരന് സമർപ്പിക്കുന്നു. ഇത് അണിയറയ്ക്കുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. കാവിനോട് ചേർന്ന് തന്നെയാണ് മറച്ചു കെട്ടിയ അണിയറ. ഇവിടേക്ക് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരു മനുഷ്യൻ ദൈവമാകുന്ന സൃഷ്ടികർമ്മം മാത്രം ചെയ്യുകയാണ്. അകത്ത് ഒരുക്കങ്ങൾ നടക്കുമ്പോൾ പുറത്ത് വീണ്ടും തോറ്റം പാട്ടാണ്. ഇക്കുറി അണിഞ്ഞ തോറ്റമാണ് പാടുന്നത്. തെയ്യക്കാരൻ അലങ്കാരങ്ങൾ അണിയുകയാണ്. തോറ്റം മനസ്സിലേക്ക് ആവാഹിച്ച് കോലക്കാരൻ ദൈവിക പൂർണ്ണതയിലേക്ക് എത്തുന്നു. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടെയാണ് അണിയറയിൽ നിന്ന് തെയ്യം പുറത്തേക്ക് അണയുന്നത്. ഇതുവരെ കണ്ട ആളല്ല, പൗരുഷത്തിൻ്റെ ആൾരൂപം. ചെന്നിറം നിറഞ്ഞ മുടിയും ആടയാഭരണങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്ന് കടമെടുത്തവ തന്നെ. മുറ്റത്ത് വാഴത്തട കൊണ്ട് ഒരുക്കിയ ചങ്ങാതിത്തറയിൽ പന്തങ്ങൾ ആളിക്കത്തുന്നു. തെയ്യം ആദ്യം ഇതിനു മുന്നിലാണ് എത്തുന്നത്. ചങ്ങാതിത്തറയിലെ പന്തങ്ങൾ മന്നപ്പൻ്റെ കൂട്ടുകാരെ പ്രതിനിധാനം ചെയ്യുന്നു. ബാല്യം മുതൽ സൗഹൃദത്തിൻ്റെ സത്യത്തിനായി നിലകൊണ്ട മന്നപ്പൻ ചങ്ങാതിമാരോടും തൻ്റെ ജീവിതം പങ്കുവെക്കുന്നു. ഇനി അങ്ങോട്ട് തോറ്റക്കാരുടെ പിന്തുണയില്ലാതെ ദൈവം ഒറ്റയ്ക്ക് തൻ്റെ കഥ പറയുകയാണ്.
പിന്നെ നമ്മൾ കാണുന്നത് എന്തിനെക്കുറിച്ചും അറിവുള്ള വീരനായ, എന്നാൽ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും നേരിടുന്ന പച്ചയായ മനുഷ്യനെയാണ്. പിന്നീട് അങ്ങോട്ട് മാങ്ങാട്ടെ നെടിയ കാഞ്ഞിരക്കീഴ് മുതൽ കുടകിലെ കതിവന്നൂർ വരെയുള്ള യാത്രയാണ് തെയ്യം വിവരിക്കുന്നത്. പോയ വഴിയും കണ്ട കാഴ്ചകളും വഴിയിലെ ആരാധനാലയങ്ങളും തെറ്റാതെ പറഞ്ഞ് തെയ്യം മനസ്സുകൊണ്ട് കുടകിലേക്ക് യാത്രയാവുകയാണ്. കൂടെ കാണികളും യാത്രയിലാണ്. കണ്ണൂർ കൂടാളി താറ്റിയോട് കേളമ്പേത്ത് മുണ്ടോൻ ശ്രീ മണ്ണപ്പൻ ക്ഷേത്രത്തിൽ ഇന്നലെ കെട്ടിയാടിയ കതിവന്നൂർ വീരൻ്റെ തെയ്യമാണിത്. കേളമ്പേത്ത് ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയായിട്ടുള്ള താഴത്തെ വീട് തറവാടാണ് ഈ ദൈവത്തിൻ്റെ ആരൂഢം. എല്ലാ വർഷവും കേളമ്പേത്ത് തറവാട്ടിൽ കെട്ടിയാടിക്കുന്ന ഈ തെയ്യം ഏതാണ്ടൊരു 10 മണിയോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെയുള്ള എല്ലാ മന്ത്രമൂർത്തികളെയും ആരാധിച്ച് തൊഴുതു വണങ്ങുന്ന കാഴ്ചയാണിത്. വൈകുന്നേരത്തെ ചെമ്മരത്തിയൂട്ടോടെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുകയാണ്. ശാന്തി നിറഞ്ഞ മനസ്സുമായി കാണികൾ മടങ്ങുകയായി. തിരുമുടി അഴിച്ച കോലക്കാരൻ വീണ്ടും മനുഷ്യനായി മാറുകയാണ്. അടയാളം ലഭിച്ച് വീണ്ടും ദൈവമായി ഉയർക്കാൻ.